ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 സെപ്റ്റംബർ മാസം 6-ാം തീയതി ശനിയാഴ്ച. അന്ന് അനന്ത ചതുർദശിയാണ്. ചതുർദശി തിഥി അന്നേ ദിവസം ആരംഭിക്കുന്നത് 2025 സെപ്റ്റംബർ മാസം 6-ാം തീയതി പുലർച്ചെ 3:12 മുതൽ 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതി പുലർച്ചെ 1:41 വരെയാണ്. അതുകൊണ്ട് തന്നെ അനന്ത ചതുർദശിയായി നമ്മൾ ആചരിക്കുന്നത് സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ്, ശനിയാഴ്ച. എന്തിനു വേണ്ടിയിട്ടാണ് അനന്ത ചതുർദശി നമ്മൾ ആചരിക്കുന്നത്? ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥിയെയാണ് അനന്ത ചതുർദശി എന്ന് വിളിക്കുന്നത്. ഈ ദിവസം ഭഗവാനെ, അതായത് വൈകുണ്ഠനാഥനെ, ശ്രീഹരിയെ അനന്ത പത്മനാഭ രൂപത്തിൽ, അതായത് അനന്ത ശയന രൂപത്തിൽ ആചരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ഫലപ്രദമാണ്. അന്നേ ദിവസം ധാരാളം ആളുകൾ ഉപവസിക്കാറുണ്ട്, ഉപവാസം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട്. അന്നേ ദിവസം ഭഗവാനെ അനന്ത പത്മനാഭ രൂപത്തിൽ, അനന്തൻ്റെ മുകളിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത് സകലവിധ ദാരിദ്ര്യങ്ങളും അകറ്റുന്നതിനും നമ്മെ ബാധിച്ചിരിക്കുന്ന പാപങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കുന്നതിനും കുടുംബ സൗഖ്യത്തിനുമൊക്കെ തന്നെ ഉത്തമമാണ് എന്ന് പറയുന്നു. പ്രധാനമായും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ സർവേശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മോക്ഷം ആഗ്രഹിക്കുന്ന ആളുകളും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. കുടുംബ സൗഖ്യം ആഗ്രഹിക്കുന്ന ആളുകളും പ്രാർത്ഥിക്കാറുണ്ട്. അതായത് അന്നേ ദിവസം വ്രതം എടുത്ത് ഉപവസിക്കുകയോ അതല്ലെങ്കിൽ ഒരിക്കലുണ്ട് നമ്മൾ ഏകാദശി എടുക്കുന്നത് പോലെ വ്രതം എടുത്ത് പ്രാർത്ഥിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ അപാരമായ അനുഗ്രഹം നമുക്കുണ്ടാകുമെന്നും സാമ്പത്തികമായി നമുക്ക് ഉന്നതി ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അന്നേ ദിവസം ഭഗവാനെ ഇതേ രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഓം അനന്തായ നമ, ഓം അനന്ത പത്മനാഭായ നമ, ഇങ്ങനെയൊക്കെ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേ ദിവസം കൂടുതൽ ഫലസിദ്ധി നൽകും, വ്രതത്തിന് കൂടുതൽ പൂർണ്ണത നൽകും. ഓം അനന്തായ നമ, ഓം അനന്ത പത്മനാഭായ നമ, ഇങ്ങനെ ഈ 2 നാമങ്ങളും, അതിനുശേഷം ഒരു തവണ ഓം അനന്തായ നമ, ഓം അനന്ത പത്മനാഭായ നമ, വീണ്ടും ഓം അനന്തായ നമ, ഓം അനന്ത പത്മനാഭായ നമ, ഇങ്ങനെ 108 തവണ ജപിക്കുന്നത് അങ്ങേറ്റം ഉത്തമമാണ്. 3 നേരം ജപിക്കുന്നത്, അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ജപിക്കുന്നത് വളരെ വളരെ ഫലപ്രദമാണ്. അതായത് 3 സന്ധ്യകൾ എന്ന് പറയും. അത് രാവിലെ, അതുപോലെ ഉച്ചയ്ക്ക്, സന്ധ്യയ്ക്ക്, ഈ 3 സമയങ്ങളിലും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. സാധകർ 1008 തവണ 10008 തവണയൊക്കെ ഭക്തിപൂർവം പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ അന്നേ ദിവസം മഞ്ഞ കളറിലുള്ള നൂല് അത് ക്ഷേത്രത്തിൽ കൊടുത്ത്, അതായത് ഭഗവാന്റെ ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് മഞ്ഞ കളറിലുള്ള നൂല് ഭഗവാന്റെ ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് മേടിച്ച് കയ്യിൽ കിട്ടുന്നതും അങ്ങേയറ്റം ശ്രേയസ്കരമാണ്. അല്ലെങ്കിൽ മഞ്ഞ കളറിലുള്ള നൂല് കിട്ടുന്നില്ലെങ്കിൽ വെള്ള കളറിലെ നൂല് മേടിച്ചിട്ട് അതിൽ മഞ്ഞൾ മുക്കിയാലും മതി. എങ്ങനെയായാലും മഞ്ഞ കളറിലെ നൂല് കിട്ടുന്നത് അങ്ങേയറ്റം ശ്രേയസ്കരമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അനന്തസൂത്ര മന്ത്രം ജപിച്ച് ഈ നൂല് കിട്ടുന്നത് വളരെ വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് അഥവാ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ മഞ്ഞ കളറിലുള്ള ഒരു നൂല് എടുത്തിട്ട് ഭഗവാന്റെ മുമ്പിൽ വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് ഓം അനന്ത പത്മനാഭായ നമ എന്ന് നിങ്ങൾ ഒരു തവണ ജപിക്കുക. എന്നിട്ട് ആ നൂല് ഒരു തവണ കെട്ടുക. അങ്ങനെ 14 തവണ ഓം അനന്ത പത്മനാഭായ നമ എന്ന് പറഞ്ഞിട്ട് ഓരോ കെട്ട് ഇടുമ്പോഴും അങ്ങനെ ജപിക്കുക. എന്നിട്ട്
14 കെട്ട് ആ നൂലിൽ ഇടുക. അതിനുശേഷം ആ നൂല് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് 108 തവണയോ 1008 തവണയോ ഒക്കെ കൈതൊഴുതു പിടിച്ചുകൊണ്ട് ഈ നാമം ജപിക്കാം. ഓം അനന്തായ നമ, ഓം അനന്ത പത്മനാഭായ നമ. ഇങ്ങനെ ജപിച്ചിട്ട് നിങ്ങൾക്ക് ആ നൂല് കയ്യിൽ കിട്ടുന്നതും വളരെ വളരെ ഉത്തമമാണ്. അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് ജപിച്ച് ആ നൂല് കയ്യിൽ കെട്ടാം. അപ്പോൾ എന്തുതന്നെയായാലും അങ്ങനെ ആ നൂല് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അപാരമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുമെന്നും ഭഗവാന്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ തീർച്ചയായിട്ടും അന്നേ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുത്തരും എന്ന് വിശ്വസിക്കുക. ഏകാദശി പോലെ തന്നെ ഉത്തമമായ ഒരു വ്രതമാണ് ഈ അനന്ത ചതുർദശി വ്രതം. അതിന് കാരണം ഭഗവാൻ തന്നെയാണ് ഈ വ്രതത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, യുധിഷ്ഠിര മഹാരാജാവ് മയനിർമ്മിതമായ കൊട്ടാരത്തിൽ താമസിച്ച ആ കഥ. യുധിഷ്ഠിര മഹാരാജാവിന് മയൻ കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കുന്നു. വളരെ മനോഹരമായ ഒരുപാട് മായ കാഴ്ചകളുള്ള ഒരു കൊട്ടാരമായിരുന്നു. ജലമുള്ള സ്ഥലത്ത് ജലമില്ല എന്ന് തോന്നും, എന്നാൽ ജലം ഇല്ലാത്ത സ്ഥലത്ത് ജലം ഉണ്ട് എന്നും തോന്നും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചഭ്രമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൊട്ടാരമായിരുന്നു. അങ്ങനെ ധാരാളം അബദ്ധങ്ങൾ ആ കൊട്ടാരത്തിൽ വന്നതിന് ശേഷം ദുര്യോധനന് ഉണ്ടായതും ആ കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ ദുര്യോധനൻ ജലമുണ്ട് എന്ന് കരുതി വസ്ത്രമൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നതും, അല്ല സാധാരണ സ്ഥലമാണ് എന്ന് കരുതി നടന്നപ്പോൾ ജലത്തിൽ വീണതുമൊക്കെ ആ കഥയൊക്കെ മഹാഭാരതത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ദുര്യോധനൻ്റെ ഇപ്രകാരമുള്ള അബദ്ധങ്ങൾ കണ്ടപ്പോൾ ദ്രൗപദി കളിയാക്കി പൊട്ടിച്ചിരിച്ചുവെന്നും അതാണ് ദുര്യോധനന് എങ്ങനെയെങ്കിലും പാണ്ഡവരെ നശിപ്പിക്കണമെന്നുള്ള ആ ആഗ്രഹത്തിന് കൂടുതൽ ആക്കം കൂട്ടിയത് എന്നും വിശ്വസിക്കുന്നു. അതിനുശേഷമാണ് എങ്ങനെയെങ്കിലും ഇവരെ നശിപ്പിക്കണമെന്ന് ശകുനിയോട്, അമ്മാവനായ ശകുനിയോട് ദുര്യോധനൻ ആവശ്യപ്പെടുന്നത്. അതിനുശേഷം നടന്ന ചൂതുകളിയിലാണ് പാണ്ഡവർക്ക് എല്ലാം നഷ്ടപ്പെടുന്നത്. രാജ്യവും സമ്പത്തും എല്ലാം നഷ്ടപ്പെടുന്നു. ദ്രൗപദിയെ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതിനുശേഷം ഇവർ വനവാസത്തിന് പോകുന്ന അഭാഗവുമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അങ്ങനെ വനവാസത്തിൽ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെയും മറ്റ് അനുജന്മാരെയും എല്ലാവരെയും കാണുന്നതിനായിട്ട്, അതായത് പാണ്ഡവരെ കാണുന്നതിനായിട്ട് വനത്തിലേക്ക് എത്തുകയും ആ സമയത്ത് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് ഭഗവാനോട്, ഭഗവാനെ, ഞങ്ങൾ ധർമ്മത്തിന് വിരുദ്ധമായി യാതൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഈ കാട്ടിൽ അലയേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അനന്ത ചതുർദശി വ്രതത്തിൻ്റെ മഹാത്മ്യം ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അനന്ത ചതുർദശി വ്രതം അനുഷ്ഠിക്കൂ വിധിയാമണ്ണം. അങ്ങനെ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടാകും, എല്ലാം തിരികെ ലഭിക്കും, അതിന് ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ തന്നെ യുധിഷ്ഠിരനും മറ്റ് അനുജന്മാരും എല്ലാവരും അനന്ത ചതുർദശി വ്രതം അനുഷ്ഠിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്രത മഹാത്മ്യത്തിൻ്റെ ഒരു കഥ കൂടി ആ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്, നിങ്ങളത് കേട്ടുകൊള്ളുക, ഞാൻ പറഞ്ഞു തരാം. വളരെ പണ്ട് ഒരു ഭക്തനുണ്ടായിരുന്നു. ആ ഭക്തനായ ബ്രാഹ്മണൻ്റെ പേര് സുമന്ത് എന്നായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു. ആ മകളുടെ പേര് സുശീല എന്നായിരുന്നു. ഈ മകളെ സുമന്ത് എന്ന ബ്രാഹ്മണൻ കൗണ്ഡില്യ എന്ന ഒരു മുനിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ഭാര്യയും ഭർത്താവും സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു ദിവസം ഈ സുശീല ഒരു സന്ധ്യാസമയത്ത് ഒരു നദിയുടെ തീരത്ത് കുറച്ച് സ്ത്രീകളിരുന്ന് ഒരു ദേവതയെ ആരാധിക്കുന്നതായിട്ട് കണ്ടു. സുശീല തൻ്റെ ആഗ്രഹം കൊണ്ട് അവരുടെ അടുത്തേക്ക് പോവുകയും അവരോട്, നിങ്ങൾ എന്തു പൂജയാണ് ചെയ്യുന്നത്, ഏതു ദൈവത്തെയാണ് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവരെല്ലാവരും അനന്തവ്രതം അനുഷ്ഠിക്കുകയാണെന്നും അനന്തപത്മനാഭനെ പ്രാർത്ഥിക്കുകയാണ് എന്നും പറഞ്ഞു. അങ്ങനെ ആ വ്രതത്തിൽ, അവരുടെ ആ പൂജയിൽ ഈ സുശീല ആകൃഷ്ടയാവുകയും അവരുടെ കൂടെ ഇരുന്ന് ആ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അനന്തസൂത്രം ജപിച്ചുകൊണ്ടുള്ള ആ ചരട്
അത് ഈ സുശീല തൻ്റെ കയ്യിൽ കെട്ടുകയും അതിനുശേഷം ഈ ചരടുമായി അവൾ അവളുടെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. സുശീലയുടെ കയ്യിൽ അനന്തസൂത്രം കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കൗണ്ഡില്യമുനി ചോദിക്കുകയാണ്, അല്ലയോ സുന്ദരി, നിന്റെ കയ്യിൽ എന്തുതരം നൂലാണ് ധരിച്ചിരിക്കുന്നത്? ഉടനെ തന്നെ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, ഞാൻ അനന്തവ്രതം അനുഷ്ഠിച്ചു, അതിൻ്റെ പൂജയിൽ പങ്കെടുത്തു, അതിൻ്റെ ഭാഗമായി ഞാൻ കെട്ടിയ നൂലാണ് ഇത് എന്ന് പറയുകയും അത് കേട്ടപ്പോൾ കൗണ്ഡില്യമുനിക്ക് വലിയ കോപമുണ്ടാവുകയും ആ നൂല് കോപത്തോടു കൂടി തൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും പിടിച്ചു മേടിച്ച് പൊട്ടിച്ച് അത് ഒരു തീയിലിട്ട് ഈ കൗണ്ഡില്യമുനി കത്തിക്കുകയും ചെയ്തു. മുനിയുടെ അനാദരവോടുകൂടിയുള്ള ഈ പ്രവൃത്തി വലിയ അനർത്ഥമാണ് ഉണ്ടാക്കിയത്. ഭഗവാൻ വളരെയധികം കോപിച്ചു. അതോടുകൂടി മുനിയുടെ ആ ഒരു സകല സന്തോഷങ്ങളും പിന്നീട് നശിക്കുകയും സമ്പത്ത് നശിക്കുകയും പുണ്യങ്ങളെല്ലാം തന്നെ തപശക്തി കൊണ്ട് ആർജിച്ച പുണ്യങ്ങളെല്ലാം തന്നെ നശിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് തനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് മുനി ആലോചിച്ചു. മുനിക്ക് യാതൊരു ഉത്തരവും കിട്ടിയില്ല. അപ്പോൾ ഭാര്യ അതിൻ്റെ കാരണം, അതായത് അനന്തസൂത്രം നശിപ്പിച്ചതുകൊണ്ടാണ്, ഭഗവാനോട് അനാദരവ് കാണിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഭാര്യ ഭർത്താവിനോട് പറയുകയും അത് കേട്ടപ്പോൾ അത് ശരിയാണ് എന്ന് കൗണ്ഡില്യമുനിക്ക് തോന്നുകയും ചെയ്തു. അതിനുശേഷം എങ്ങനെയെങ്കിലും ഈ അവസ്ഥയിൽ നിന്നും മുക്തനാകണമെന്ന് കൗണ്ഡില്യമുനി അമിതമായി ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം വനത്തിലേക്ക് പോയി എങ്ങനെയെങ്കിലും ഭഗവാനെ കണ്ടെത്തി, തപസ് ചെയ്ത് ഭഗവാനെ കണ്ടെത്തി മാപ്പിരന്ന് ഈ അവസ്ഥയിൽ നിന്നും മുക്തനാകണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം ആ കാട്ടിലിരുന്ന് ഒരുപാട് നാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അനന്ത ഭഗവാനോട് പ്രാർത്ഥിച്ചു, തപസ് ചെയ്തു. പക്ഷേ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തിന് വളരെയധികം സങ്കടം തോന്നി. എങ്കിലും നിരാശനാകാതെ അദ്ദേഹം വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവസാനം ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഭഗവാൻ അദ്ദേഹത്തിനോട് പറയുകയാണ്, ഞാൻ അനന്തനാണ്, നിങ്ങളുടെ പശ്ചാത്താപം അത് ശരിയായ രീതിയിലുള്ളതായിരുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഞാൻ തീർത്തു തരാം. പക്ഷേ നിങ്ങൾ എന്നെ അപമാനിച്ചിരുന്നു, അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ശുദ്ധമായ ഹൃദയത്തോടു കൂടി നിങ്ങൾ പശ്ചാത്തപിച്ചിരിക്കുന്നു, അതിനാൽ ഞാൻ സന്തുഷ്ടനാണ്. നിങ്ങൾ നിങ്ങളുടെ ആശ്രമത്തിലേക്ക് മടങ്ങുകയും 14 വർഷം അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് അനന്തവ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്ന് അദ്ദേഹം, അതായത് അനന്ത ഭഗവാൻ ഈ കൗണ്ഡില്യമുനിയെ അനുഗ്രഹിക്കുകയും അങ്ങനെ പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം തിരിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയും പിന്നീട് വിധിയാവണ്ണം ഈ വ്രതം അനുഷ്ഠിക്കുകയും ചെയ്തു. എങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി തന്നെ അനന്ത ഭഗവാൻ, ബ്രാഹ്മണ രൂപത്തിൽ വന്ന അനന്ത ഭഗവാൻ ഈ കൗണ്ഡില്യമുനിക്ക് പറഞ്ഞു കൊടുക്കുകയും അതനുസരിച്ചിട്ട് തന്നെ അദ്ദേഹം അനുഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വ്രതത്തിൻ്റെ പുണ്യനിമിത്തം മഹർഷിയുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയും ചെയ്തു. ഈ കഥയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയുകയാണ്, അല്ലയോ ധർമ്മരാജ, ഏറ്റവും നല്ല വ്രതത്തെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ വ്രതം നിങ്ങൾ ഭക്തിപൂർവം അനുഷ്ഠിച്ചാൽ, ശുദ്ധമായ ഹൃദയത്തോടു കൂടി അനുഷ്ഠിച്ചാൽ നിങ്ങളുടെ നിങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനാവുകയും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ശുദ്ധമായ ഹൃദയത്തോടു കൂടി വേണം ഈ വ്രതം അനുഷ്ഠിക്കാൻ എന്നുള്ള കാര്യം മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഇങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരൻ അനന്തദേവൻ്റെ ഉപവാസം പതിവായി അനുഷ്ഠിക്കുകയും അതിൻ്റെ ഫലമായി പാണ്ഡവർ മഹാഭാരത യുദ്ധത്തിൽ വിജയിക്കുകയും അവർക്ക് അവരുടെ രാജ്യം തിരികെ ലഭിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഈ വ്രതത്തിൻ്റെ വ്രതകഥയും ഈ വ്രതത്തിൻ്റെ പ്രാധാന്യവും. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ അന്നേ ദിവസം ഒന്നുകിൽ നിങ്ങൾ ഉപവസിക്കുക,
അതല്ലെങ്കിൽ ഏകാദശി എടുക്കുന്നത് പോലെ നിങ്ങൾ ആ വ്രതം അനുഷ്ഠിക്കുക. അതല്ലെങ്കിൽ ആ വ്രതത്തിൻ്റെ പ്രാധാന്യം, അന്നേ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നോൺ വെജ് എങ്കിലും ഒഴിവാക്കിയിട്ട് നിങ്ങളൊന്ന് നാമം ജപിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിയുന്നെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.